എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കുന്ന മലയാള സിനിമയുടെ സമീപകാല കുതിപ്പിൽ മമ്മൂട്ടിയുടെ വക ഒരു ആക്ഷൻ ത്രില്ലർ പടം. അതാണ് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ടർബോ എന്ന സിനിമ. ആക്ഷൻ പടമെന്ന നിലയ്ക്ക് ആരാധകരെ തൃപ്തിപ്പെടുത്താനുള്ള എല്ലാ ചേരുവകളും സംവിധായകൻ വൈശാഖും തിരക്കഥാകൃത്ത് മിഥുൻ മാനുവൽ തോമസും കൂടി ടർബോയിൽ ഇട്ടിട്ടുണ്ട്. മമ്മൂട്ടിയുടെ കിടിലൻ പെർഫോമൻസും സംഘട്ടന രംഗങ്ങളും തന്നെയാണ് സിനിമയുടെ ഹൈലൈറ്റ്സ്. മിഥുൻ മാനുവൽ തോമസിൻ്റെ കഥയും തിരക്കഥയും ശരാശരിയാണെങ്കിലും മേക്കിംഗ് കൊണ്ട് ടർബോ അതിനെല്ലാം മറികടക്കുന്നു. കുറ്റമുള്ള ഒന്നിനെയും ഭയമില്ലാത്ത ഏതു വള്ളിയും പിടിക്കുന്ന നായകൻ. കൂട്ടുകാർക്കും പ്രിയപ്പെട്ടവർക്കും വേണ്ടി വേണമെങ്കിൽ അവരുടെ കൊട്ടക്കത്തോളം തന്നെ ചുട്ടുചാമ്പലാക്കാൻ കെൽപ്പുള്ള നായകൻ്റെ വീരസാഹസിക കഥകൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ച നിരവധി മാസ് മസാല സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ഇനത്തിൽ പെടുത്താവുന്ന ചിത്രമാണ് മമ്മൂട്ടിയെ നായകനാക്കി വൈശാഖ് സംവിധാനം ചെയ്ത മിഥുൻ മാനുവൽ തോമസിൻ്റെ കഥയിൽ പിറന്ന ടർബോ എന്ന ചിത്രം. മമ്മൂട്ടിയുടെ ടർബോ ജോസിന് മുകളിൽ നമ്മുടെ നായകനായ ടർബോ ജോസിന് ഒന്നൊഴിച്ച് ഒന്നിനെയും ഭയമില്ലാത്ത ആളല്ല ജോസ്. അയാൾക്ക് ഈ ലോകത്ത് ആരെയെങ്കിലും പേടിയുണ്ടെങ്കിൽ അത് സ്വന്തം അമ്മച്ചിയെ മാത്രമാണ്. വെറും ഇടിപ്പടം മാത്രമല്ല ടർബോ, വളരെ പ്രസക്തമായ ചില സാമൂഹ്യ പ്രശ്നങ്ങളും ചിത്രം പറഞ്ഞു പോകുന്നുണ്ട്. ഇന്ന് ബാങ്കിങ് രംഗത്ത് നടക്കുന്ന വലിയൊരു സ്കാം, മന്ത്രിമാരെയും മന്ത്രിസഭയെയോ ഒന്നടക്കം വിലയ്ക്ക് വാങ്ങാൻ കഴിവുള്ള ബിഗ് ഫിഷുകൾ, അവരുടെ ഓപ്പറേഷൻസ് എന്നിവയെല്ലാം കഥയെ രസകരമായി മുന്നോട്ട് നയിക്കുന്ന ഘടകങ്ങളാണ്. കൂടാതെ അല്പം തമാശയും രസകരമായ സംഭവങ്ങളുമൊക്കെയായി മുന്നോട്ട് പോകുന്ന ചിത്രത്തിൻ്റെ ഗതി മാറ്റുന്നത് ഇൻ്റർവെല്ലോട് കൂടിയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് പ്രേക്ഷകരെ ആകാംക്ഷയുടെ മുൻമുരയിൽ നിർത്തിയാണ് ചിത്രത്തിൻ്റെ പ്രയാണം. ഇടുക്കിയിലെ തൻ്റെ ഗ്രാമത്തിലെ ഏലത്തോട്ടത്തിലൂടെ അമ്മയുടെ കൂടെ നടന്നു വരുന്ന ജോസൂട്ടി. നാട് കാണാനെത്തുന്ന വിദേശികളെ ട്രക്കിങ്ങിന് കൊണ്ടുപോകുന്ന ജീപ്പ് ഡ്രൈവറാണ് ജോസ്. അമ്മ പറഞ്ഞാൽ അക്ഷരം പ്രതി അനുസരിക്കുന്ന മകൻ, എന്നാൽ അലമ്പിൻ്റെ കാര്യത്തിൽ നമ്പർ 1. ടർബോ ജോസിൻ്റെ ഇടി കാണാൻ മാത്രം പള്ളിപ്പെരുന്നാൾ കൂടാൻ വരുന്ന നാട്ടുകാർ. ആദ്യത്തെ 10 മിനിറ്റ് കൊണ്ട് ജോസിൻ്റെ പശ്ചാത്തലം മിഥുൻ മാനുവൽ ഇങ്ങനെയാണ് വിവരിക്കുന്നത്. വളരെ ലളിതമായാണ് മമ്മൂട്ടിയുടെ ഇൻട്രോ. പക്ഷേ 5 മിനിറ്റ് തികയും മുമ്പ് ഇടിയുടെ മെഗാ ഷോയുമായി ഒരു സെക്കൻഡ് ഇൻട്രോ കൂടി വരുന്നു. ആരാധകർ അപ്പോൾ ഇളകി മറയുന്ന ടർബോ ഡീസൽ ഇൻട്രോയോടുകൂടി പടത്തിൻ്റെ ഗ്രാഫ് ഏതിലേക്കാണ് പോകുന്നതെന്ന് നമുക്ക് ഏകദേശം വ്യക്തമാകും. ഈ സിനിമയിൽ വൈശാഖ് എന്ന സംവിധായകൻ, ഒപ്പം ഹിറ്റുകൾ മാത്രം സമ്മാനിച്ചിട്ടുള്ള മിഥുൻ മാനുവൽ തോമസ് എന്ന തിരക്കഥാകൃത്ത്, കൂടാതെ മമ്മൂട്ടി എന്ന മെഗാസ്റ്റാർ, ഇവർ 3 പേരും ചേർന്ന് ആദ്യമായി ഒന്നിക്കുന്ന ചിത്രമാകുമ്പോൾ ആഘോഷക്കാഴ്ചകൾ കുറഞ്ഞ ഒന്നും പ്രേക്ഷകർ പ്രതീക്ഷിക്കില്ല. ആ പ്രതീക്ഷയ്ക്ക് ഒന്ന് ഉയരാൻ ആയിട്ട് ഈ ചിത്രത്തിനായിട്ടുണ്ട്. ചിത്രം കണ്ടു കഴിഞ്ഞു വരുമ്പോൾ എല്ലാവരുടെ മനസ്സിൽ ഒരു ചോദ്യമാണ്, ഈ പ്രായത്തിലും എന്തൊക്കെയായി ഈ കാണിക്കുന്നത്? തിയേറ്ററിൽ ടർബോ കണ്ടുകൊണ്ടിരിക്കെ ആർക്കും മനസ്സിൽ തോന്നാവുന്നത് ഇതാണ്. ആക്ഷനിലെ പെർഫോമൻസുമായി വീണ്ടും വൈശാഖ് വന്നിരിക്കുന്നു. ആദ്യ പകുതിയിൽ വളരെ പതിയെ തുടങ്ങുന്ന ചിത്രം സെക്കൻഡ് ഹാഫിൽ അടുക്കുന്തോറും ടർബോ എഞ്ചിനുമായി മമ്മൂട്ടിയുടെ ഇടിയുടെ പൊടിപൂരാണ്. ആക്ഷൻ സിനിമകളെ സ്നേഹിക്കുന്ന മമ്മൂട്ടിയുടെ ആരാധകർക്കുള്ള ഒരു നല്ല വിരുന്നാണ് ഈ ചിത്രം. മിഥുൻ മാനുവൽ തോമസിൻ്റെ പതിവ് ഇൻവെസ്റ്റിഗേഷൻ ഡാർക്ക് മോഡ് രീതിയിൽ കഥ പറയുന്ന രീതിയല്ല ഇതിൽ. ഒരുപക്ഷെ ആക്ഷനാണ് ഇതിൽ കഥയേക്കാൾ മുന്നിട്ട് നിൽക്കുന്നത്. തരക്കേടില്ലാത്ത ആദ്യ പകുതി അവസാനിക്കുന്നത് മോശമല്ലാത്തൊരു ട്വിസ്റ്റോട് കൂടിയാണ്. പിന്നീട് അങ്ങോട്ട് രണ്ടാം പകുതി കറതീർന്ന ത്രില്ലർ മോഡിലേക്ക് കഥ മാറുന്നു. മമ്മൂട്ടിയുടെ ആക്ഷൻ സീക്വൻസിലെ
പെർഫെക്ഷനാണ് രണ്ടാം പകുതിയിൽ പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്നത്. പ്രേക്ഷകരെ പൂർണ്ണമായി തൃപ്തിപ്പെടുത്തുന്ന ആക്ഷൻ പാക്കേജ് ഒരുക്കാൻ വൈശാഖിനും മിഥുൻ മാനുവൽ തോമസിനും കഴിയുന്നുണ്ട്. വില്ലൻ എത്രത്തോളം നന്നാവുന്നുവോ നായകനും അത്രമേൽ ശക്തനാകും എന്നൊരു സിനിമ പഴമൊഴിയുണ്ട്. അതിനെ സാധൂകരിക്കുന്നതാണ് ജോസും വില്ലനായി വേഷമിട്ട വെട്രിവേലും തമ്മിലുള്ള കൊമ്പുകോർക്കൽ. അതുകൂടാതെ തമിഴിലെ സൂപ്പർ താരത്തിൻ്റെ വോയിസ് ഓവറിലൂടെ ഒരു രണ്ടാം ഭാഗത്തിനുള്ള സാധ്യത തുറന്നിട്ടാണ് വൈശാഖ് സിനിമ അവസാനിപ്പിക്കുന്നത്. ഛായാഗ്രഹണത്തിൽ വിഷ്ണു ശർമ്മ വിശ്രമമില്ലാതെ പണിയെടുത്തതിൻ്റെ ഫലം വെള്ളിത്തിരയിൽ കാണാനുണ്ട്. ഇടുക്കിയിലെ പള്ളിപ്പെരുന്നാൾ, ചെന്നൈയിലെ നൈറ്റ് കാർ ചേസ്, ക്ലൈമാക്സ് സീക്വൻസ് തുടങ്ങി ഛായാഗ്രഹണ മികവ് എടുത്തു പറയാവുന്ന അനേകം മുഹൂർത്തങ്ങൾ ഈ ചിത്രത്തിലുണ്ട്. പശ്ചാത്തല സംഗീതം ഒരുക്കിയ ക്രിസ്റ്റോഫർ കൈമറന്ന് അധ്വാനിച്ചിട്ടുണ്ട്. ക്ലൈമാക്സ് സീനും ചേസിങ്ങും അടക്കം ആദ്യാവസാനം ക്രിസ്റ്റോ കാണികളെ പിടിച്ചിരുത്തുന്നുണ്ട്. കഥയെ ഇടവേളകളില്ലാതെ തോളിലെടുത്തുയർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന പശ്ചാത്തല സംഗീതം. അവസാനത്തെ ഫൈറ്റ് സീനിൽ ആ ടർബോ ഡീസൽ എഞ്ചിനിലിൻ്റെ ആ റേസിങ്ങിൻ്റെ ആ ശബ്ദം മാത്രം മതി ത്രില്ലടി കൂടാനായിട്ട്. ആദ്യാവസാനം ത്രില്ലടിച്ച് കാണാവുന്നതൊക്കെ വൈശാഖ് ഈ സിനിമയിൽ ഒരുക്കിയിട്ടുണ്ട്. സിനിമ കണ്ടു കഴിയുമ്പോൾ മനസ്സിൽ തങ്ങി നിൽക്കുന്നത് മമ്മൂട്ടിയുടെ ആക്ഷനാണ്. മുണ്ട് ഒന്നും മടക്കി കുത്തുക പോലും ചെയ്യാതുള്ള ഇടിയോടുകൂടി, അതായത് തലകുത്തി മറിഞ്ഞുള്ള അടി, ഒരു ഹൈപ്പർ പവർ ഇടിയാണ് ഓരോ ഫൈറ്റ് സീനിലും നമ്മൾ കാണുന്നത്. അതും നോക്കണം, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ 73-ാം വയസ്സിലുമാണ് ഈ ആക്ഷൻ സംഘങ്ങളും ഈ തീപ്പാറും പ്രകടനവും മമ്മൂട്ടി എന്ന നടൻ കാഴ്ചവെക്കുന്നത്. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്ന് തിയേറ്ററിലിരുന്ന് നമ്മളെല്ലാവരും ചോദിച്ചു പോകും. ടർബോ ഒരു ആക്ഷൻ മാസ് മസാല പടമാണെന്ന ധാരണയോടെ തന്നെ തിയേറ്ററിലേക്ക് നമ്മൾ പോകണം. കഥയിലെ ലോജിക്കൊന്നും ആലോചിച്ചിട്ട് നമ്മൾ ബുദ്ധിമുട്ടിയിട്ടൊരു കാര്യമില്ല. കാരണം ലോജിക്ക് വേറെ സൈഡിൽ കിടക്കുന്നു, ആക്ഷൻ മാസ് മസാല ഒരു സൈഡിലാണ് കിടക്കുന്നത്. ഏറ്റവും ഒടുവിലത്തെ സീനിൽ സംവിധായകൻ ഒരു ഉഗ്ര സസ്പെൻസും ഒളിച്ചു വെച്ചിട്ടുണ്ട്. അതും കൂടി കണ്ടിട്ട് വേണം നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോകാനായിട്ട്. അപ്പോൾ മാത്രമേ ടർബോ കണ്ട ഒരു പ്രതീതി നമുക്ക് ലഭിക്കുകയുള്ളൂ. മാക്സ് ആക്ഷൻ ചിത്രങ്ങളുടെ ആരാധകർക്ക് ധൈര്യമായി ടിക്കറ്റ് എടുത്തിട്ട് ഈ സിനിമയ്ക്ക് പോകാം.